നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ അഭിമാന സ്തംഭമായ പ്രിയദർശനായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. നിരവധി വിവാദങ്ങളുടെ ചാലുകളിലൂടെയാണ് പ്രിയൻ സഞ്ചരിക്കുന്നത്. പ്രിയൻ്റെ വിവാദ പെരുമഴയെക്കുറിച്ച് നമുക്ക് ഈ എപ്പിസോഡിൽ പ്രതിപാദിക്കാം. ഈ തിരുവനന്തപുരത്തെ ഈ ഗ്യാങ്, ഈ പറഞ്ഞ പ്രിയൻ, ലാല്, അശോക്, സുരേഷ്, ഇങ്ങനെ കുറേ ആൾക്കാരുടെ സൗഹൃദങ്ങൾ, ഇങ്ങനൊരു സൗഹൃദം ഒരു പക്ഷേ മലയാള സിനിമയിൽ വേറെ എവിടെയില്ല. ഇല്ല. ഈ ഒരു ഊഷ്മളാവസ്ഥ, ഈ പറഞ്ഞ എല്ലാ തരികട താട്ടുമുട്ട് പരിപാടികളെല്ലാം നിങ്ങൾ ചെയ്യാത്തതായിട്ടുള്ള ഒരു കുരുത്തക്കേടും ഇല്ലല്ലോ? ഇല്ല എന്ന് വേണമെങ്കിൽ ഉറപ്പല്ലേ? എന്ന് വേണമെങ്കിൽ പറയാമെന്നൊരു ലൈറ്റ് ആക്കുവാണ്. അത്ര തറപ്പിച്ച് പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പം ചെയ്യാത്തതായിട്ടൊന്നുമില്ല. സൗഹൃദങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ സാഹസപ്പെട്ട പണിയാണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് വളരുന്ന സമയത്ത് നിങ്ങളെല്ലാം വടവൃക്ഷങ്ങളായി കഴിഞ്ഞു. താങ്ക് ഗോഡ്. അതാണ് എൻ്റെ ഒറ്റ വരിയിലുള്ള ഉത്തരം. ദൈവത്തിന് നന്ദി. ലാൽ അന്നും നല്ലൊരു ടാലൻ്റഡ് ആയിട്ടുള്ള ആക്ടറാണെങ്കിൽ പോലും ഇതുപോലുള്ളൊരു മെറ്റോറിക് റൈസ് ഉണ്ടാകുമെന്ന് പ്രിയൻ ചിന്തിച്ചിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട്, അതായത് മോഹൻലാൽ വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഞാൻ തീർച്ചയായിട്ടും എങ്ങനെ നീ മറക്കും പോലുള്ള സിനിമകൾ കഥ എഴുതിയിരുന്നത്. അപ്പോൾ എനിക്കൊരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു, ലാൽ വില്ലനായിട്ട് അഭിനയിക്കേണ്ട ആളല്ല, തീർച്ചയായിട്ടും ഹീറോ ആവേണ്ട ഒരാളാണെന്ന്. കാര്യം വെച്ചാൽ അതിനകത്ത് എൻ്റെ ഏറ്റവും കൂടുതൽ മോഹൻലാലിനെ കുറിച്ചുള്ള വിശ്വാസം എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമറായിരുന്നു. ഈ സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞ സാധനം അത് എക്സ്പ്ലോയിറ്റ് ആയ തീർച്ചയായിട്ടും മോഹൻലാൽ വിൽ ബി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഹീറോസ്. എന്ന് വെച്ചാൽ ഏറ്റവും ഡിഫിക്കൽട്ട് ഞാൻ വിചാരിക്കുന്നത്, തീർച്ചയായിട്ടും ഏറ്റവും പ്രയാസം ഒരു നടന് അഭിനയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് ഒരു സീൻ അഭിനയിപ്പിച്ച് ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളത്. ബാക്കി എന്തും സ്ക്രിപ്റ്റിൻ്റെ സപ്പോർട്ടുണ്ടായി ചെയ്യാം. ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളത്, അയാളുടെ മനസ്സ് തുറന്ന ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു നടനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച്. പക്ഷേ പ്രിയൻ, അന്നത്തെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ഒരു കൺവെൻഷനായിട്ടുള്ള ഒരു സിനിമാ അന്തരീക്ഷത്തിൽ ഒരു നായകൻ്റെ പരിവേഷം ലാലിനുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കെ ലാലിനൊരു ഭാവി ഉണ്ടാകും ചിന്തിക്കുന്നത് ലാൽ എന്നൊരു സുഹൃത്തിൻ്റെ പൊട്ടൻഷ്യൽ അറിയാവുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എനിക്കറിയാമായിരുന്നു അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിക്കുണ്ടെന്ന്. ആൻഡ് കാര്യം എന്ന് വെച്ചാൽ ഹീ വാസ് എന്താ പറയുക, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ, സുഹൃത്തുക്കളുടെ ഇടയിൽ ഏറ്റവും സ്പിരിറ്റഡ് ആയിട്ടുള്ള വ്യക്തി ലാലായിരുന്നു. ആൻഡ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് മോഹൻലാലിൻ്റെ കമ്പനിയായിരുന്നു. കാര്യം വെച്ചാൽ ഹി വാസ് വെരി ഹിലേരിയസ്. അതായത് സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞ പോയിന്റ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ ചിരിപ്പിച്ചിരുന്ന വ്യക്തി പുള്ളിയായിരുന്നു. അപ്പം ആ ഒരു ടാലൻറ്റ് സിനിമയിലേക്ക് വന്നാൽ അതാണ് പിന്നീടുള്ള കാലത്ത്. ഓക്കെ, അവിടെയാണ് പ്രിയൻ്റെ സക്സസ്. ഞാനത് പ്രിയൻ്റെ ഒരു അനാട്ടമി ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ, അതായത് അതുവരെ സിനിമയിലെ നർമ്മം അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിരിപ്പിക്കൽ എന്ന് പറയുന്നത് ഒരു കൊമേഡിയന്മാർക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു സംവിധാനമായിരുന്നു. ആ സംവിധാനത്തെ ഒരു നായക പരിവേഷത്തിലുള്ള ഒരാളിലേക്ക് വേഷപ്പകർച്ച കൊടുത്തു എന്നുള്ളതാണ് പ്രിയൻ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ പ്രിയൻ, എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്, പ്രിയൻ സംസാരിച്ച് വന്നാൽ നല്ല നർമ്മം പോലും ഇല്ലാതായി പോകുന്നവരാണ്. പക്ഷെ എഴുതി പിടിപ്പിക്കുമ്പോൾ നല്ല നർമ്മമുണ്ട്. ആണോ? അയച്ചാൽ എനിക്കൊരു ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സീനോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷേ എഴുതി പിടിപ്പിക്കാം ഒരു സിനിമയിൽ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. പക്ഷെ ഒരിക്കലും ഞാനൊരു സംഭവം പറഞ്ഞ് ചിരിപ്പിക്കാൻ പറ്റില്ല. പ്രിയത എന്തോ ഒരാൾക്ക് ഇപ്പം കയറണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് 45 വർഷത്തോളമായി. അതായത് ഫ്രം സ്കൂൾ ലൈഫ് നമ്മളെ സുഹൃത്തുക്കളാണ്. ചില കാര്യങ്ങളൊക്കെ എനിക്ക് വിസ്മയങ്ങൾ തന്നെയാണ് ഇപ്പോഴും. അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രിയൻ, ഞാനൊക്കെ നാടകം അഭിനയിക്കുകയും ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ടൊക്കെ നടക്കുന്ന സമയത്ത് പ്രിയൻ ഒരു നാടകത്തിലോ ഒരു കലാപരിപാടിയിലോ പങ്കെടുത്ത് കണ്ടിട്ടില്ല. ഹാസ്യ നാടകങ്ങൾ അധികം ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്ത് തന്മയത്വമായിട്ടാണ് പ്രിയൻ ഹാസ്യരംഗങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ജഗതി ശ്രീകുമാറിനെ പോലെയോ കുതിരവട്ടം പപ്പുവിനെ പോലെയോ എന്നെ പോലെയുള്ള നടന്മാർക്ക് ആ കോമഡി ആക്ഷൻസും ഡയലോഗ് റെൻഡർ ചെയ്യുന്ന രീതികളൊക്കെ വളരെ അത്ഭുതകരമായ രീതിയിലാണ് പ്രിയൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇങ്ങനെ അത്ഭുതകരമായ രീതിയിൽ ഞങ്ങളെ കൊണ്ട് കോമഡി ചെയ്യിപ്പിക്കാനുള്ള അങ്ങയുടെ കഴിവ് എങ്ങനെ കിട്ടിയതാണ്? അത് അച്ഛൻ ലൈബ്രറിയനായതുകൊണ്ട് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അറിവാണോ, അതോ കുട്ടിക്കാലത്ത് എല്ലാ സിനിമകളും കാണുമോ ആ സിനിമകളിൽ നിന്നുള്ള അറിവാണോ, അതോ ഒരു ഇൻബോൺ ഗിഫ്റ്റാണോ? രാജു, നല്ല ചോദ്യം രാജു ചോദിച്ച വളരെ നല്ല ക്വസ്റ്റ്യനാണ്. ബിക്കോസ് ഇതിൻ്റെ ഉത്തരമാണ് ഞാൻ ഇവിടെ ഇരിക്കാനുള്ളൊരു മെയിൻ റീസൺ.
എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉള്ള സംഭവം എന്ന് പറയുന്നത് കാർട്ടൂൺസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുണ്ടായ സംഭവമാണ് കാർട്ടൂൺസും, രണ്ടാമത്തെ കാര്യം കോമിക്സും. ഈ 2 സംഭവങ്ങളാണ് എൻ്റെ ഏറ്റവും എനിക്ക് റീഡിങ് എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ കാര്യം. കോമിക്കുകൾ എവിടെ കോമിക്ക് കിട്ടിയാലും ഞാൻ എന്തൊക്കെ രീതിയിൽ അത് സ്വന്തമാക്കാൻ നോക്കും അല്ലെങ്കിൽ വായിക്കാൻ നോക്കും എന്നുള്ളൊരു അറ്റംപ്റ്റ് ഉണ്ടാവും. വല്ലാത്തൊരു അറ്റംപ്റ്റ് ആയിരുന്നു കാർട്ടൂണുകളും കോമിക്കുകളും. അത് കുറേയൊക്കെ തീർച്ചയായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്തത് അച്ഛൻ്റെ ഒരുപാട് കളക്ഷൻസ്, പല രീതിയിലുള്ള കളക്ഷൻസ്, അതായത് കോമിക് ബുക്കിൻ്റെ അല്ല. പിന്നെ ഞാൻ താമസിക്കുന്ന ഒരു നൈബർ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്, തെക്കാട് ഒരു കരയാളർ ഫാമിലിയായിരുന്നു. അവർക്ക് ഒരുപാട് കോമിക്കുകൾ കിട്ടുമായിരുന്നു. അവരുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആ കോമിക്കുകൾ, അതായത് ഞാൻ പിന്നീടുള്ള കാലത്ത് നിന്ന് ചില ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ പറയാം. ഏസ്ട്രിക്സ് എന്ന് പറഞ്ഞ കോമിക്കുകൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടികൾ ജനിക്കും മുമ്പ് തന്നെ ബൗണ്ട് ചെയ്ത് വെക്കുക. എന്തിനെന്ന് വെച്ചാൽ ഐ വാണ്ടഡ് ദം ടു റീഡ് ഇറ്റ്. ആസ്ട്രിക്സിനെ കംപ്ലീറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് അവർക്ക് വേണ്ടി വെച്ച് കഴിച്ചാൽ എനിക്ക് തോന്നി ഈ കോമിക്കുകളാണ് എന്നെ രക്ഷിച്ചത്. കഴിച്ചാൽ ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമുണ്ട്. ഈ സ്റ്റോറി ബോർഡ് ഇന്ന് വരയ്ക്കും ആളുകൾ, സ്റ്റോറി ബോർഡ് വരച്ചിട്ട് ഫിലിം ചെയ്യുന്ന സംഭവത്തിൽ ആക്ച്വലി ഒരു സിനിമയുടെ സ്റ്റോറി ബോർഡാണ് കോമിക്കുകൾ. കോമിക്കിൻ്റെ ഫ്രെയിമുകൾ, ഒരു ഫ്രെയിം കഴിഞ്ഞാൽ അടുത്ത ഫ്രെയിം. സിനിമയിലുള്ളൊരു ഗ്രാമറുണ്ട്, ലെഫ്റ്റും റൈറ്റും തെറ്റായിരിക്കുക എന്ന് പറയുന്നത്, ആദ്യം പഠിപ്പിക്കുന്ന ഗ്രാമറാണ്. അതേ സിസ്റ്റം തന്നെയാണ് കോമിക്കുകളും ഫോളോ ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഈ കോമിക്സ് എന്നെ ഒരുപാട് എൻ്റെ ഫിലിം മേക്കിങ്ങിനെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ പ്രിയൻ ആ സാഹചര്യത്തെയും ആ സമൂഹത്തെയും ഒബ്സർവ് ചെയ്യാൻ സമർത്ഥമായി കഴിഞ്ഞു എന്നുള്ളതും വേണമെങ്കിൽ സിനിമയിലേക്ക്. നോ, ഐ ഡോണ്ട് തിങ്ക് ആക്ച്വലി ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് അല്ലായിരുന്നത്, അത് അൺകോൺഷ്യസ് ആയിട്ടുള്ളൊരു എഫേർട്ടായിരുന്നു ആ ഒബ്സർവേഷൻ എന്നുള്ളത്. അല്ല, നല്ലൊരു ഒബ്സർവേഷൻ എന്നുള്ളത് ബോധപൂർവം അല്ലാത്തൊരു ഒബ്സർവേഷൻ. അതെ, നമ്മൾ അറിയുന്നില്ല, നമ്മൾ സംശയിക്കുകയാണ് ഒരാൾ നടക്കുന്നത് എങ്ങനെയാണ് അല്ലേ. അത് സബ് കോൺഷ്യസ് ആയി, പ്രത്യേകിച്ച് ഒരു സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റിന്റെ ഗതിയിൽ വലിയ മാറ്റം വരുത്തുക വേണമെങ്കിൽ. അതെ, ഉണ്ടായിട്ടുണ്ടല്ലേ കൂടുതൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് പോയിട്ട് സിനിമ ഒന്നും എടുത്തിട്ടുണ്ടല്ലോ. വളരെ കുറച്ച് സിനിമകൾ എടുത്തിട്ടുണ്ട്. അല്ല, വരുന്നിടത്ത് വെച്ച് കാണുന്നുള്ളതല്ലേ, അത്രേ ഉള്ളൂ. മമ്മൂട്ടിക്ക് എപ്പോഴും പറയും, എടാ നീ ടോയ്ലറ്റ് പേപ്പറിൽ വരെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് സിനിമ എടുത്തുള്ള ആരാ എനിക്കറിയാം. സോ ഞാൻ കൂടുതലും ഓൺ ദ സെറ്റ്സ് ആണ് എഴുതിയാണ് എൻ്റെ കൂടുതൽ സക്സസ്. ചിത്രം എന്ന് പറഞ്ഞാൽ ഫുൾ സിനിമ ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ അപ്പോൾ എഴുതി ഷൂട്ട് ചെയ്ത സിനിമയാണ്. പക്ഷെ ആ ഒരു സുഖമൊന്നും പിന്നീട് പ്രിയ സ്ക്രിപ്റ്റൊക്കെ നല്ല ഇരുമ്പ് ഉലക്ക പോലെ ഉണ്ടാക്കിയിട്ടും കിട്ടിയിട്ടില്ലല്ലേ. ഇല്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം 1986 ഞാൻ 8 സിനിമ റിലീസ് ചെയ്തു. എനിക്കിപ്പോൾ ആലോചിക്കാൻ പറ്റില്ല എങ്ങനെയാണ് 8 സിനിമ ഉണ്ടായെന്ന്. അതായത് ഒരു പോക്കാണ്, ഒരു വിശ്വാസം, ഒരു രസം, ഒരു പിക്നിക്ക് പോലെ സിനിമ ചെയ്യുക എന്നുള്ളൊരു തോന്നൽ. ഇന്ന് ഭയമാണ് ഒരു സിനിമയെ എനിക്ക്. ഒരുപക്ഷെ പൂച്ചയ്ക്കൊരു മുക്കൂത്തി എന്നുള്ളത് വലിയൊരു വഴിത്തിരിവായിരുന്നു. അതും സുരേഷിൻ്റെ. ഇപ്പം പ്രിയന് അല്പം ചെറിയ പാര വെച്ചുവെങ്കിൽ പോലും സുരേഷ് അതൊന്നും മനസ്സിൽ ഓർക്കാതെ ഇപ്പോഴേ ഓർക്കുന്നു. ഇപ്പം ചില ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോഴതൊക്കെ തികട്ടി വരുന്നു. അന്നത് ഓർത്തില്ല. അന്ന് ഓർക്കാത്ത കൊണ്ട് പ്രിയനെ വെച്ച് തന്നെ അതാ വരട്ടെ സുരേഷ് വീണ്ടും വരണമെന്നൊരു ആഗ്രഹം. ഒരു പേടിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിന് മദ്രാസിൽ AVM സ്റ്റുഡിയോയിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പ്രിയൻ ഒരു ത്രെഡ് പറയുന്നത്, പൂച്ചയ്ക്കൊരു മൂക്കുത്തിന്. അപ്പോൾ പ്രിയൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സിനിമാ സംവിധായകനാകുക എന്നുള്ളത്. അപ്പം ആ പടം പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ചെന്ന് കൊല്ലത്തെ തിരുവങ്കടം മുതലാളി, അദ്ദേഹമാണ് ഞങ്ങളുടെയൊക്കെ ഗോഡ് ഫാദർ, അദ്ദേഹത്തിൻ്റെ അടുത്ത്, അദ്ദേഹമാണ് ഞങ്ങളുടെ എല്ലാ പടങ്ങളും ഫൈനാൻസ് ചെയ്യുകയും ഞങ്ങളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്തതിന് മുഖ്യ കാരണക്കാരൻ തിരുവങ്കടം മുതലാളിയാണ്. അപ്പോൾ തിരുവങ്കടം മുതലാളിയിൽ നിന്ന് ഞാൻ ഈ സിനിമയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് തിരുവങ്കടം മുതലാളി എൻ്റെ അടുത്ത് പറയുന്ന ഒറ്റ കാര്യം, പ്രിയൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ട്, സ്ക്രിപ്റ്റ് നല്ല കാര്യമാണ്, പക്ഷേ സംവിധാനം നമുക്ക് ശശികുമാർ സാറിനെ കൊണ്ട് ചെയ്യിക്കാൻ, ശശികുമാർ സാറാകുമ്പോൾ അതിന് വരുന്ന എക്സ്ട്രാ പൈസ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തരാം എന്നുള്ളതാണ് അന്ന് തിരുവങ്കടം മുതലാളി പറയുന്നത്. അന്ന് ഞാൻ ആ സിനിമ അത് കേട്ട് ശശികുമാർ സാറിനെ വെച്ച് ആ പടം ചെയ്തിരുന്നെങ്കിൽ പ്രിയൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? അതൊരു പ്രിയനോട് തന്നെയുള്ള ചോദ്യം. സുരേഷേ സ്കോർ ചെയ്തു കേട്ടോ സുരേഷ്. അതെ, അതിന് കഴിച്ചല്ല, തീർച്ചയായിട്ടില്ല. സുരേഷ് അതിന് അങ്ങനെയാണെങ്കിൽ ഈ സിനിമ എടുക്കണ്ട എന്ന് തന്നെയാണ് അന്ന് തീരുമാനിച്ചത് സുരേഷ്. അതായത് സുരേഷ് നല്ലൊരു തീരുമാനം എടുത്തു. പക്ഷെ വേറൊരാളാണെങ്കിൽ ഒന്ന് ആടിക്കളിച്ചത്.
തീർച്ചയായിട്ടും. അല്ല, എനിക്ക് തോന്നുന്നത് ബേസിക്കലി സുരേഷിന് എൻ്റെ പുറത്തുള്ളൊരു വിശ്വാസമായിരുന്നു. കഴിച്ചാൽ ഈ ഒരു ചെറിയ കഥ മാത്രമല്ല, ഇങ്ങനെയാണ് ഓരോ സിനിമകൾ ഞങ്ങൾ മദ്രാസിൽ തന്നെ ഒരുപാട് ആ സെക്കൻഡ് ഷോ, ഫസ്റ്റ് ഷോ ഇതിലെല്ലാം പോയിരുന്നു കഴിഞ്ഞൊരു സിനിമ കഴിഞ്ഞ് വരുമ്പോൾ ആ സിനിമയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതിലുള്ള എൻ്റെ വ്യൂ പോയിൻ്റ്, അവൻ്റെ വ്യൂ പോയിൻ്റ്, അങ്ങനെയുള്ള വ്യൂ പോയിൻ്റ്. അപ്പം തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുള്ളൊരു സിനിമ ഞാൻ കാണുന്ന രീതിയിൽ ശശികുമാർ സാറിന് കാണാൻ പറ്റില്ല എന്നൊരു വിശ്വാസം കൂടെ സുരേഷ് ഉണ്ടാകാം. പ്രിയൻ, പക്ഷേ ഈ പൂച്ചയ്ക്കൊരു മുക്കുത്തിക്ക് മുമ്പുള്ള ഒരുപാട് അനുഭവങ്ങൾ ഒരു പക്ഷേ പ്രിയനെ വേണമെങ്കിൽ ആത്മഹത്യയിലേക്ക് പോലും നയിക്കാൻ പ്രാപ്തമായിരിക്കുമല്ലോ. ഇല്ല, പക്ഷെ അന്നത്തെ കാലത്ത് എന്താണെന്ന് വെച്ചാൽ ഒന്നിനെക്കുറിച്ചും ഭയമില്ല. നമ്മൾ പ്രിയം പൊട്ടിക്കരഞ്ഞ് നിൽക്കുന്ന രംഗങ്ങളൊക്കെ പ്രിയനെ കുറിച്ച് ചില ആൾക്കാർ പിന്നീട് ആണ്. പക്ഷെ അതിലൊന്നും പ്രശ്നമില്ല. എന്ന് വെച്ചാൽ അന്നും നമുക്ക് ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ളൊരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റ് തീർച്ചയായിട്ടും ആ പ്രായത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. കാര്യം വെച്ചാൽ ജീവിതം തുടങ്ങുന്നല്ലേ ഉള്ളൂ. അവിടെയുള്ള ഈ തുടക്കത്തിലുള്ള ഫെയില്യുവേഴ്സിന് ഒരിക്കലും നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള സ്പിരിറ്റ് എപ്പോഴും കൂടുതലായിരിക്കും. അവസാന കാലത്ത് ഫെയില്യുവേഴ്സിലാണ് നമ്മൾ തകർന്നു പോകുന്നത്. ആദ്യകാലത്ത് പ്രശ്നമല്ല. ആദ്യകാലത്ത് ഒരിക്കലും ആദ്യകാലത്ത് എനിക്ക് തോന്നുന്നു പ്രിയന് വഴികാട്ടിയായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ആകസ്മികമായി വന്നുകൊണ്ടേയിരുന്നു. ഓരോ ഘട്ടങ്ങളിലും പ്രിയനൊരു തലമുറലായിട്ട്. തീർച്ചയായിട്ടും തകർച്ചയുടെ ഘട്ടത്തിൽ ഒരു വഴി വാതിലടയുമ്പോൾ മറ്റൊരു വാതിൽ തുറന്നിരുന്നു. പ്രിയൻ വളരെയധികം മനസ്സോട് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഓർമ്മകൾ നൽകുന്ന ആൾക്കാരാണ് ഈ കൊച്ചിൻ ഹനീഫ, സോമേട്ടൻ, MG സോമൻ, ഒരുപാട് ആൾക്കാർ. തീർച്ചയായിട്ടും. അതിലെനിക്ക് തോന്നുന്നു മറ്റേ CI പോളിൻ്റെ ഒരു അനുസ്മരണത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. തകർന്നിരിക്കുന്ന പ്രിയനെ ഒരുപക്ഷെ ആ പയ്യനിങ്ങനെ ഇല്ലാതായി പോവോ എന്ന് ഞാൻ വിചാരിച്ചു. തീർച്ചയായിട്ടും. അനന്തരം സംഭവം ഒരു 100 രൂപയുടെ കാര്യമാണ്. അല്ല, അതായത് ഞാൻ സിന്ദൂര സന്ധിക്ക് IV ശശിയുടെ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ ശേഷം ആ ക്രെഡിറ്റ് എനിക്ക് തരാതെ ആ ക്രെഡിറ്റ് മറ്റൊരാൾക്ക് കൊടുത്ത സമയത്ത് ആദ്യമായിട്ട് ഞാൻ എൻ്റെ പേര് സ്ക്രീനിൽ കാണുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമാണ്. ആ ക്രെഡിറ്റ് മറ്റൊരാൾക്ക് കൊടുത്തു എന്നറിയുമ്പോഴുണ്ടായ ഒരു മാനസിക തകർച്ച ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത. അതായത് വീട്ടിൽ വന്ന് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു ഞാനൊരു കഥ എഴുതി, ആ കഥയുടെ എൻ്റെ തിയേറ്ററിൽ എൻ്റെ പേര് സ്ക്രീനിൽ വരും എന്നൊക്കെ കൂട്ടുകാരോടും ബന്ധുക്കളോടും എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ ഞാൻ എഴുതിയ സിനിമ മറ്റൊരാളുടെ പേരിൽ റിലീസ് ചെയ്യപ്പെടുന്നു എന്നറിയുന്ന എൻ്റെ ഒരു തകർച്ച അന്ന് വല്ലാതെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഭയങ്കര. ആ സമയത്ത് CI പോൾ എന്നൊരു വ്യക്തിയുടെ ആശ്വാസവും അദ്ദേഹം തന്ന ഒരു എൻകറേജ്മെൻറ്റും വളരെ വലുതാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ തലോടൽ പ്രിയന് തുണയായി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. മദിരാശിയിലെ ആ കഷ്ടകാലങ്ങൾ, സാമീസ് ലോഡ്ജ്, അതിൻ്റെ പ്രശ്നങ്ങൾ, ജീവിതത്തിലൊന്നും ഒരു മാർഗമില്ലാത്ത വകുപ്പുകൾ, അതെല്ലാം പിന്നീട് അങ്ങ് മാറി അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ സുരേഷും ഒക്കെ തീർച്ചയായിട്ടും ഒരു 24 hours ഏകദേശം ഒരു നേരം ആഹാരം കഴിച്ചും പച്ചവെള്ളം കുടിച്ചും ജീവിച്ചിട്ടുണ്ട്. അതായത് സിനിമയിൽ എന്തെങ്കിലും ആവാനുള്ള ആഗ്രഹം കൊണ്ട് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. പപ്പു പ്രിയൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അയ്യോ, പപ്പൻ എൻ്റെ ഒരു വലിയ വീക്ക്നെസ് ആയിരുന്നു. അതായത് ഞാൻ സിനിമ കാണുന്ന കാലത്ത് ഈറ്റ മുതലുള്ള സിനിമകൾ എടുത്തു നോക്കിയാൽ കാണുന്ന കാലത്ത് അന്ന് ജഗതി അധികം സിനിമ അഭിനയിക്കുന്ന സമയമല്ല, ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൂ. എനിക്ക് തോന്നുന്നു അമ്പിളിയുടെയൊക്കെ ഒരു കമ്മിങ് അപ്പ് ഓഫ് സിനിമ എന്ന് പറയുന്നത് നമ്മളോടൊക്കെ ഒപ്പമായിരുന്നു. പക്ഷെ പപ്പേട്ടനൊരു പഴയ വീക്ക്നെസ്സാണ് അദ്ദേഹത്തിൻ്റെ. ഈ സാധാരണ ഞാൻ ഒരിക്കലും ഒരു ആക്ടറിനെ നമ്മൾ എഴുതി വെച്ചതിന് മുകളിൽ ഒരു ഡയലോഗ് പറയാൻ സമ്മതിക്കാറില്ല. കാര്യം വെച്ചാൽ അവരത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയറായിട്ട് സമ്മതിക്കാറുള്ളൂ. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ഡയലോഗ് ലിങ്ക് സിറ്റുവേഷനെ അഫക്റ്റ് ചെയ്യുകയാണ്. ഒരാൾക്ക് മാത്രമേ ലിബർട്ടി കൊടുക്കാറുള്ളൂ പപ്പേട്ടന്. അതായത് എന്താണ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ സച്ച് എ സ്പോണ്ടേനിയസ് ആക്ടർ. അതുപോലെ ഇനിയൊരു ആക്ടർ ഒരുപക്ഷെ അല്ല ഇനി തീർച്ചയായിട്ടും പ്രിയൻ്റെ സിനിമയ്ക്ക് പത്രമാറ്റ് അല്ലെങ്കിൽ 22 ക്യാരറ്റ് നൽകിയിരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. തീർച്ചയായിട്ടും. ജഗതിയും പപ്പുവേട്ടനൊക്കെ. തീർച്ചയായിട്ടും. ഒരുപക്ഷെ പ്രിയൻ എന്നുള്ള ഫിലിം മേക്കറിനെ തളർത്തിക്കളയുന്നത് ഇവരുടെ ആബ്സെൻസ് ആണ്. സത്യമായിട്ട് ഇവരൊക്കെ ഉണ്ടായിരുന്ന പ്രിയന് വേണം വീണ്ടും മാജിക് ഉണ്ടാക്കാൻ. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും ഞാനൊരു ലാഫബിൾ, ഇന്ന് എന്തുകൊണ്ടാണ് പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടൊരു കിലുക്കം പോലൊരു സബ്ജക്റ്റ് ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ തേന്മാവിൻ കൊമ്പ് പൊത്തു പോലൊരു കഥ ആലോചിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പ്രശ്നം ആര് പെർഫോം ചെയ്യും, ആരെ ഇട്ടെടുക്കും. ഇപ്പോൾ ഇന്നത്തെ ആക്ടേഴ്സിനെ ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷേ തീർച്ചയായിട്ടും ഇവർക്ക് അവരോടൊപ്പം ആ ലെവലിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പഴയത് എല്ലാം നല്ലത്, പുതിയതും അത്ര പോരാ എന്ന് പറയുന്നത് ഒരു സ്ഥിരമുണ്ട്. പക്ഷേ എങ്കിൽ പോലും മലയാള സിനിമയിൽ ചില സൂചകങ്ങളുണ്ട് ശക്തമായിട്ട്.
തീർച്ചയായിട്ടും. ഈ പഴയ തലമുറയിലെ ഒരുപക്ഷെ നല്ല അഭിനേതാക്കൾ പിന്നീട് നമുക്ക് ആ രൂപത്തിൽ പിന്നീട് പുനർജനിച്ചില്ല. ഇല്ല, അതൊരു വാസ്തവമാണ്. അതെ. പ്രിയൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. പ്രിയന് ഗ്രാഫ് അങ്ങോട്ട് മാറി. പ്രിയൻ ഇങ്ങനെ ഒരുപക്ഷെ മലയാള സിനിമയിൽ നർമ്മത്തെ എടുത്തുകൊണ്ട് എന്താ പറയുക അമ്മാനമാടി. പ്രിയൻ്റെ പ്രൊഫൈൽ അങ്ങ് മാറി, ഹൈ ഫ്ലൈയിങ് ആയി. പ്രിയൻ സക്സസിൻ്റെ ഒരു പരിച്ഛേദമായി പര്യായമായി. കണ്ണാടി നോക്കുമ്പോൾ പ്രിയന് തോന്നിയോ, ഇത് ഞാൻ പഴയ പ്രിയൻ തന്നെയാണോ? ജനൽ ചില്ലകളും കട്ടലയൊക്കെ മോട്ടിച്ച് വിറ്റിട്ട് സിനിമ കണ്ടുകൊണ്ടിരുന്ന പഴയ പ്രിയനാണോ ഞാൻ? യെസ്, അത് തോന്നാനുള്ള കാരണമുണ്ട്. എനിക്ക് 3 പ്രാവശ്യം അടി കിട്ടിയിട്ടുണ്ട്. കൈകൊണ്ടല്ല, ദൈവം. അതായത് 3 പ്രാവശ്യം എൻ്റെ കരിയറിൻ്റെ പീക്കിൽ എൻ്റെ കരിയർ താഴോട്ട് പോയിട്ടുണ്ട്. ആ 3 പ്രാവശ്യം താഴോട്ട് പോയത്, അതായത് എസ്പെഷ്യലി ആഫ്റ്റർ ചിത്രം, എനിക്ക് അമ്പാടി അങ്ങനെയുള്ള 2-3 സിനിമകൾ മോശമായിട്ട് മലയാളത്തിൽ ഒരു പ്രൊഡ്യൂസറും എന്നെ വിളിക്കാതിരുന്ന ഒരു സമയമുണ്ടായി. ആ സമയത്ത് ഭാഗ്യം രക്ഷിച്ചത് പക്ഷേ ഞാൻ തമിഴിലേക്കും തെലുങ്കിലേക്കും ഒക്കെ ഉള്ള സിനിമകൾ പോയിട്ട് 2-2.5 വർഷം, അതിനുശേഷം ഞാൻ തിരിച്ചു വന്ന സിനിമയാണ് കിലുക്കം. അത് കഴിഞ്ഞ് എനിക്ക് വീണ്ടും അതുപോലെ തന്നെ ആദ്യത്തെ, അതായത് വിരാസത്ത്, അങ്ങനെയുള്ള ഗർദിഷ് മുതലായ ഹിറ്റുകൾക്ക് ശേഷം എനിക്ക് ഒരു 4-5 സിനിമകൾ ഹിന്ദിയിൽ മോശമായിട്ട്, ഞാൻ ഓൾമോസ്റ്റ് ഹിന്ദി സിനിമയിൽ നിന്ന് പുറത്താവാനിരുന്ന സമയത്താണ് ഹംഗാമ, പൂച്ചയ്ക്കൊരു മൂക്കുത്തി വീണ്ടും എന്നെ സഹായിച്ചത്. അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റുകൾ ഉണ്ടായിരുന്നുണ്ട്. അങ്ങനെ ഒരു 3 പ്രാവശ്യം ജീവിതത്തിൽ എനിക്ക് നല്ല ആ 3 പ്രാവശ്യം കിട്ടിയ പ്രഹരം എനിക്കൊരു കാര്യം ഇല്ലാതാക്കി, അഹങ്കാരം. കാരണം ഇത് ഇനിയും സംഭവിക്കാം, ഇതെപ്പോഴും സംഭവിക്കാം എന്നുള്ളത് എനിക്ക് അന്തസ്സായിട്ട് എല്ലാവരോടും പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ആരോടും പറയാനുണ്ട് 2 കാര്യങ്ങൾ എനിക്കില്ല. എനിക്ക് ശത്രുക്കളില്ല, എനിക്ക് അഹങ്കാരമില്ല. ഈ 2 കാര്യം ഞാൻ ഒരിക്കലും, ബാക്കി എന്ത് കുറവുകളും എനിക്കുണ്ട്, ഇത് 2 എനിക്കില്ല. ബോളിവുഡിലുള്ള ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, അവരൊക്കെ 11 മണിക്കും 12 മണിക്കും ഷൂട്ട് ആരംഭിക്കുമ്പോൾ പ്രിയം വന്ന് രാവിലെ തുടങ്ങി. അങ്ങനെ ഒരു സംഭവമാണ് എനിക്കിത് അന്തസ്സായിട്ട് പറയാൻ പറ്റും. ബോളിവുഡിൽ ആദ്യമായിട്ടൊരു 7 o'clock ഷിഫ്റ്റ് അല്ലെങ്കിൽ 7 മണിക്ക് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നത്. അതായത് എനിക്കിപ്പം ഞാൻ ഈ നാഷണൽ അവാർഡ് കിട്ടിയ സമയത്ത് എനിക്കൊരു ദൂരദർശൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ കാഞ്ചീപുരത്തിന് കിട്ടിയ നാഷണൽ അവാർഡല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് സൽമാൻ ഖാനെയും ഗോവിന്ദയും 7 മണിക്ക് കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യിപ്പിച്ചാണ് ഒരു ഷെഡ്യൂൾ. അത് ഇന്ന് വരെ, ഇതിന് മുമ്പും ഇതിന് ശേഷമുള്ള ആർക്കും കഴിഞ്ഞിട്ടില്ല. അതെനിക്ക് ധൈര്യമായിട്ട് പറയാം. അവരാദ്യമായിട്ടായിരിക്കും സൂര്യോദയം കാണുന്നത്. തീർച്ചയായിട്ടും. അതെ, സൽമാൻ ഖാനൊക്കെ എങ്ങനെ സൂര്യോദയം കാണുന്ന പ്രശ്നമില്ല. എന്നോട് ആ സിനിമ തീർന്നു കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇനി മേലിൽ എന്നെങ്കിലും എന്നെ വെച്ച് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 12 മണിക്ക് ഷൂട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം നമ്മൾ സിനിമ ചെയ്താൽ. പക്ഷേ അത് അങ്ങനെ ചെയ്യിപ്പിച്ചത് അത് എന്തുകൊണ്ട് അവർ ചെയ്തു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ബട്ട് ഇറ്റ് കുഡ് ബി സം കൈൻഡ് ഓഫ് എ റെസ്പെക്ട് ഓർ ഫിയർ ഓർ എന്താണെന്ന് എനിക്കിപ്പോഴും തീർച്ചയില്ല. ബട്ട് എന്നെ കൊണ്ടത് കഴിഞ്ഞു. അത് പക്ഷെ ആ സിസ്റ്റം പിന്നീട് ബോളിവുഡ് ഫോളോ ചെയ്തു. ഞാനാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതെ, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പ്രിയൻ്റെ ഈ പറഞ്ഞ ചിത്രത്തിന് ശേഷമുള്ള വലിയൊരു ബ്രേക്ക് കിലുക്കം. വേണമെങ്കിൽ ആ സിനിമയിൽ വലിയ ബ്രേക്ക് കിട്ടിയ ഒരാളും കൂടിയുണ്ട്. അദ്ദേഹത്തിന് എന്തോ പ്രിയനോട് സംസാരിക്കാൻ താല്പര്യം. ചില ആളുകൾ 2 കൊല്ലം ഒക്കെ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു സംഭവം ചെയ്യുന്നത് പ്രിയൻ ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ആ സ്ക്രിപ്റ്റ് എഴുതി കഴിയുന്നുള്ളതാണ്. ആ കിലുക്കം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ലോട്ടറി കിട്ടിയതിന് ശേഷം ഞാൻ അഭിനയിക്കുമ്പോൾ നമ്മുടെ അടുത്ത് പ്രിയം കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും, അത് കറക്റ്റാണ്, അല്ലെങ്കിൽ ഇത് വേണ്ട, ഇങ്ങനെ വേണം. അവസാനം ഞാൻ ലോട്ടറി കിട്ടി തലചുറ്റി വീണ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ചിരിച്ചിട്ട് വീണ്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പ്രിയനാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയ അത് വേണ്ട, അതൊരു ആർട്ടിഫിഷ്യൽ ആവില്ലേ എന്ന് പറഞ്ഞപ്പോൾ പ്രിയം പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ. അത് തിയേറ്ററിൽ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. തീർച്ചയായിട്ടും. അതായത് 2 സിനിമയാണ് ഞാൻ പറഞ്ഞത്. ഇന്നസിനോട് പറഞ്ഞ് എനിക്ക് വല്ല ഓർമ്മയുണ്ട്, നിങ്ങളില്ലെങ്കിൽ ഈ സിനിമ ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒന്ന് കിലുക്കവും ഒന്ന് ചന്ദ്രലേഖയും. 2 സിനിമയും സമയത്തോടെ ഞാൻ പറഞ്ഞു, ഇന്നസിന് സൗകര്യം ഇല്ലെങ്കിൽ ഇപ്പം ഈ സിനിമ എടുക്കണം, കുറച്ച് മാറ്റി വയ്ക്കാം. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതുന്ന സമയത്ത് തന്നെ മനസ്സിൽ ചില മുഖങ്ങൾ ഉറച്ചു പോകും, ഇമേജസ് വരും. അതും തീർച്ചയായിട്ടും നമുക്ക് ഉറച്ചു പോകും. ആർട്ടിസ്റ്റുകൾ വരും. അതിങ്ങനെ പല സിനിമകൾ. അതായത് എനിക്ക്
അത് വളരെയധികം സ്ട്രോങ് ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടറാണ് ചിത്രത്തിലെ ശ്രീനിവാസൻ. എനിക്ക് ശ്രീനി അല്ലാതെ ആര് ചെയ്താലും അത് ശരിയാവില്ല എന്ന് വിശ്വാസമായിരുന്നു. അന്ന് അതേ റോള് വേണമെങ്കിൽ പലരെയും ഇടായിരുന്നു, പക്ഷെ എനിക്ക് ശ്രീനി തന്നെ വേണം നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് മനസ്സിനകത്ത് ഉറച്ചു പോകും ഇങ്ങനെ ഒരാളാണെന്ന് കറക്റ്റ് വെച്ചാൽ. എന്നിട്ട് എഴുതുമ്പോൾ നമ്മൾ അവരെ മനസ്സിൽ കണ്ട് എഴുതും. ശ്രീനിയുടെയൊക്കെ ഒരു സാന്നിധ്യം പ്രിയനെ ഒരുപാട് സഹായിച്ചിരുന്നല്ലേ? തീർച്ചയായിട്ടും എന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഞാൻ ഒരു സുഹൃത്തെന്നുള്ള നിലയിൽ കൂടുതൽ ഒരു ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീനി. കാര്യം വെച്ചാൽ ശ്രീനിയുടെ ഒരു ചിന്താഗതി, ശ്രീനിയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള സെൻസ് ഓഫ് ഹ്യൂമർ, ശ്രീനിയെയും ഞാനുമായിട്ടുള്ള ചെയ്ത സിനിമകളിൽ ഞങ്ങൾക്കുണ്ടായ പൊരുത്തങ്ങൾ, ഐ മീൻ പല കാര്യങ്ങളിലും എനിക്കും ശ്രീനിക്കും തമ്മിൽ നമ്മളെപ്പോലെ ഒരാളെ കാണല്ലേ, അങ്ങനെയുള്ളൊരു സംഭവം. തേന്മാവിൻ കൊമ്പത്തിലുള്ള അപ്പക്കാളയുടെ ഒരു ചിരിയൊക്കെ ഉണ്ട്. അതെ, അതൊക്കെ എനിക്കൊന്ന് ശ്രീനിയുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന്. അതെ, തീർച്ചയായിട്ടും. അതായത് അതിന് മുഴുവൻ എഴുതിയിട്ട് ഷൂട്ട് ചെയ്ത്, നേരത്തെ പറഞ്ഞില്ലേ എഴുതാതെ ഷൂട്ട് ചെയ്യുന്നത്, തേന്മാവിൻ കൊമ്പത്ത് ആദ്യാവസാനം എഴുതി തീർത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ഞാൻ. അപ്പം ശ്രീനിയോട് ഈ ക്യാരക്ടേഴ്സ് പറയുമ്പോഴും ഒക്കെ ശ്രീനി ചില സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശ്രീനി പ്രിയ ഇങ്ങനൊരു ഷോട്ട് കൂടെ എടുത്തോളൂ എന്ന് പറയും. അതെന്താ വെച്ചാൽ സാധാരണ ശ്രീനി പറഞ്ഞ് ഞാൻ വേറൊരു ഡയറക്ടറോട് അങ്ങനെ പറയില്ല. എന്നുവെച്ചാൽ നിന്നോടത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല എനിക്കത് ഉടനെ മനസ്സിലാവുകയും ചെയ്യും എന്തിനാണത് പറയുന്നത്. പക്ഷേ ശ്രീനി പിന്നീട് പ്രിയയിൽ നിന്ന് അകന്നകന്ന് പോയോ? ഇല്ല, ശ്രീനി എന്ന് പറയുന്ന വ്യക്തി, ഞാൻ ആക്ച്വലി കുറേ നാൾ സിനിമയിൽ നിന്ന് മാറി നിന്ന സമയത്ത് ശ്രീനി ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് പറയാം ഏകദേശം നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, 5-6 വർഷം മലയാള സിനിമ ചെയ്യാത്തൊരു സമയം. അത് കഴിഞ്ഞ് ഞാൻ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്ക് ശ്രീനിവാസൻ മറ്റൊരു ശ്രീനിവാസനായി എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായി എവിടുന്നാ അത് വിളിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇടുന്ന സമയത്ത് ശ്രീനി പറയുന്നത് വെച്ചാൽ താല്പര്യങ്ങൾ പഴയതിൽ നിന്ന് മാറിയിരിക്കുന്നു. ഇപ്പോൾ പഴയ താല്പര്യങ്ങളില്ല, പഴയ താല്പര്യങ്ങളെന്ന് പറഞ്ഞാൽ വെറും സിനിമ മാത്രമായിരുന്നു. ഇന്ന് എൻ്റെ താല്പര്യങ്ങൾ സിനിമയ്ക്കും പുറമേ മറ്റ് ചില കാര്യങ്ങളിലേക്കും കൂടെ മാറിയിരിക്കുന്നു. അങ്ങനെ എനിക്കും അങ്ങനെ ചില മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു സമയം കഴിഞ്ഞപ്പോൾ സിനിമ മാത്രമല്ല എനിക്കിപ്പോൾ പ്രിഫറൻസ്. ഞാൻ സിനിമയില്ലാതെ വേറെ ഒരുപാട് ആർട്ട് ഫിലിംസ്, മറ്റ് കൊമേഴ്സ്യൽസ്, മറ്റ് ആക്ടിവിറ്റീസ് ഒരുപാട്. ഞാൻ എന്നോട് ചോദിച്ചതല്ല, ഞാൻ ഒരുപാട് സിനിമയല്ലേ പിന്നെ പ്രിയന്റെ ആത്മാവ് സിനിമ തന്നെയല്ലേ. ഈ ആർട്ട് ഫിലിംസും അതൊന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരുപാട് സമയം ഒരു കുഷ്ഠരോഗ നിവാരണം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഐ എം ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ലെപ്രസി ഇറാഡിക്കേഷൻ യൂണിറ്റ് കോൾ റൈസിംഗ് സ്റ്റാർ മാരിയറ്റ് ഹോട്ടലിൽ. സോ അതിലൊക്കെ ഞാൻ കുട്ടികളുടെ കൂടെയൊക്കെ സ്കൂളിൽ പോകാറുണ്ട്. അവരുടെ സ്കൂളിൽ പോയി കണ്ടു, അവരെ കാണുമ്പോൾ എനിക്ക് അതുകൊണ്ട് മറ്റേതെന്ന് വെച്ചാൽ സിനിമ എന്ന് മാത്രമേ ചിന്തയുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് വേറെയും പല കാര്യങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ രണ്ടുപേരും പിന്നീട് കണ്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ രണ്ടുപേരുടെയും സ്വഭാവത്തിലും താല്പര്യങ്ങളിലും വലിയൊരു മാറ്റം വന്നതുകൊണ്ട് സംഭവിച്ചു പോയ, അനിവാര്യമായി സംഭവിക്കുന്ന ഒരു അകൽച്ച, അല്ലെങ്കിൽ അതൊരു അകൽച്ച എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, ഒരു കോമ്പിനേഷൻ ഇല്ലായ്മ ഇപ്പം തൽക്കാലം നടക്കുന്നുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കണം എന്ന് വിചാരിച്ചു. പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഈ എൻ്റെ തന്നെ നമ്മുടെ തന്നെ പഴയ ടീമിലുണ്ടായിരുന്ന പലരും തമ്മിൽ മനസ്സുകൊണ്ട് യോജിപ്പില്ലെന്ന്, അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെയൊക്കെ യോജിപ്പിച്ചെടുത്ത് അവരെയൊക്കെ യോജിപ്പിച്ചെടുത്ത് അവരെല്ലാം ഒരുമിച്ച് ഇപ്പം ബ്രിട്ടാസിനോട് പറയാം, ഇതൊരു അനൗൺസ്മെന്റ് ആണ്. ഐ എം ഗോയിങ് ടു ഡു എ ഫിലിം ലൈക്ക് ദാറ്റ്. ഞാൻ വീണ്ടും ഒരു മമ്മൂട്ടി, ശ്രീനിവാസൻ, മുകേഷ് പോലുള്ള ആളുകളെയൊക്കെ യോജിപ്പിച്ചുകൊണ്ടൊരു സിനിമ ചെയ്യാൻ ഉള്ള ശ്രമത്തിലാണിപ്പോൾ. ലാലിനെയും ശ്രീനിവാസനെയും കൂടെ യോജിപ്പിച്ചുകൊണ്ടൊരു ഒരു സിനിമ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ലാലും ശ്രീനിവാസനും തമ്മിൽ അകന്നു പോയി എന്നുള്ള കാര്യം പ്രിയൻ മനസ്സിലായി. അവർ കുറച്ച് നാളായിട്ട് അവരുടേതായ പേഴ്സണലായിട്ട് ചില പ്രശ്നങ്ങൾ കാരണം അവർ ഒരുമിച്ച് സിനിമ ചെയ്യുന്നില്ല. ഒരുപാട് ആൾക്കാർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ അകൽച്ച പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് വിചാരിക്കാം. തീർച്ചയായിട്ടും അതിനെല്ലാം ഞങ്ങൾ JB ജംഗ്ഷൻ്റെ നേതൃത്വത്തിലും പ്രേക്ഷകരും എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. തീർച്ചയായിട്ടും, ഡെഫിനറ്റ്ലി ഐ വോണ്ട് ടു ഡു ഇറ്റ്. തിരുവനന്തപുരത്ത് ഉടായ്പൊക്കെ ചെയ്ത് കുസൃതിയൊക്കെ ചെയ്ത് വളർന്ന പ്രിയൻ പിന്നീട് മലയാള സിനിമയിൽ നിന്ന് ബോളിവുഡിലേക്ക് പോയി. ഞാൻ തന്നെ ഇപ്പോൾ ഈ സിഫിയിൽ നിന്നാണ് മനസ്സിലാക്കിയത്, ഞാൻ ഇന്ത്യയിൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഹിന്ദി സിനിമ ചെയ്ത സംവിധായകനാണ്. ഒന്നാമത് ഡേവിഡ് ധവാനാണ്. അതിന് താഴെയാണ് രാജ് കപൂർ, യാഷ് ചോപ്ര, ഇങ്ങനെയുള്ളവരുടെ ലിസ്റ്റിങ്. ഇതെനിക്ക് തന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ എന്നെക്കാട്ടിൽ ഒരു 8 സിനിമയോളം ഡേവിഡ് കൂടുതൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്
കോൺഷ്യസ് ആയിട്ടുണ്ടായത് നേരത്തെ പറഞ്ഞ കോൺഷ്യസ് ആയിട്ട് ചെയ്തതല്ല, ഈ വന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഈ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പല രീതിയിലാണ് ഞാൻ യൂസ് ചെയ്ത് ഹിന്ദി സിനിമയിൽ യൂസ് ചെയ്ത് കിട്ടിയ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തു എന്നാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ യൂട്ടിലൈസ് ചെയ്തെന്ന് പറയാൻ കാരണം വെച്ചാൽ ഞാൻ കൂടുതലും സ്ക്രിപ്റ്റ് അന്വേഷിക്കേണ്ട ഒരു ജോലി അവിടെ ഇല്ലായിരുന്നു. ഞാൻ ഒരേ ഒരു സിനിമ മാത്രമാണ് അവിടെ ഒറിജിനൽ സ്ക്രിപ്റ്റിൽ ചെയ്തത്, അതായത് മാലവികയിൽ നിന്ന് എഴുതി ചെയ്തത്. ബാക്കിയെല്ലാം പലതും റീമേക്കുകളായിരുന്നു. എല്ലാ സിനിമ എൻ്റെ സ്വന്തം റീമേക്കുകൾ, അല്ലെങ്കിൽ സിദ്ദിഖ് ചെയ്ത പടം രാംജി റാവു, അങ്ങനെയുള്ള സിനിമകളുടെയൊക്കെ റീമേക്കുകളായിരുന്നു മലയാളത്തിൽ നിന്ന്. അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ സിനിമകൾക്ക് വിഷയദാരിദ്ര്യം എന്നുള്ള സാധനം ഞാൻ അവിടെ കണ്ടില്ല. അതുകൊണ്ട് സിനിമകൾ വളരെ വേഗം ഷൂട്ട് ചെയ്യാൻ പറ്റി. അതായത് എൻ്റെ ഒരു ഭാഗ്യം ആലോചിക്കണം, ഗോഡ് ഫാദർ എന്നുള്ള സിനിമ ഡേവിഡ് ധവാൻ എന്ന് പറഞ്ഞ ആൾ റൈറ്റ് മേടിച്ച് വെച്ചിരിക്കുകയാണ്. അയാൾ 2 വർഷമായിട്ട് അയാൾക്ക് സിനിമ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്താണ് ഇതിനകത്ത് ഇത്ര വലിയ സംഭവം. കാര്യം ഭാഷ അറിയാത്തതിന് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. അതിനുശേഷം അയാൾ എനിക്ക് തന്നു, പ്രിയൻ വേണമെങ്കിൽ ചെയ്തോളൂ, എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അങ്ങനെയാണ് ഹൽച്ചൽ എന്ന സിനിമ ഉണ്ടായത്. അപ്പോൾ കാര്യം ആ സിനിമയുടെ ശരിയായ ആത്മാവ് മനസ്സിലാക്കാൻ ഡേവിഡിന് കഴിഞ്ഞില്ല. അതൊരു സൂപ്പർ ഹിറ്റായിട്ട് മാറിയ സിനിമയാണ് അവിടെയും. പക്ഷേ അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ 33ഓളം ഹിന്ദി സിനിമ ഹിന്ദി സിനിമയുടെ ഇൻഡസ്ട്രിക്കാർ പ്രിയന് വാരിക്കോരി തന്നു, സ്നേഹം തന്നു, അംഗീകാരം തന്നു. ഷാറുഖ് ഖാൻ മുതൽ എല്ലാ ആൾക്കാരും പ്രിയന്റെ ആരാധകരായി മാറി. 33 സിനിമകൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു നല്ല റേറ്റ് ഓഫ് സക്സസ്ഫുൾ സിനിമകൾ ഉണ്ടാക്കാനും പറ്റി. അല്ലെങ്കിൽ തീർച്ചയായിട്ടും 33 സിനിമ. ഒരുപക്ഷെ മലയാളിയുടെ മനസ്സ് നന്നായിട്ട് അറിഞ്ഞിട്ട് സിനിമ എടുത്തതുകൊണ്ട് ആ വിഷയങ്ങൾ അവിടെ നന്നായിട്ട് അല്പം മാറ്റിയാൽ അവിടെ ചിലവാകുമെന്നുള്ള ഒരു കണക്കൂട്ടൽ കൂടി അതല്ലായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഏറ്റവും കൂടുതൽ ഫ്ലോപ്പുകൾ റീമേക്കുകളിലാണ് ഉണ്ടാകുന്നത്. റീമേക്ക് ചെയ്യുന്ന ഹിന്ദി സിനിമ തീർച്ചയായിട്ടും ഞാൻ പറയാം, ഒരു മലയാള സിനിമ അതേപടി റീമേക്ക് ചെയ്താൽ ഹിന്ദിയിൽ 100% അതൊരു ഫ്ലോപ്പായിരിക്കും. അതിൻ്റെ തെളിവാണ് അന്യത്തിപ്രാവ്, സന്മനസ്സുള്ള ഒരു സമാധാനം, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഞാൻ തന്നെ ഫ്ലോപ്പാക്കിയിട്ടുണ്ട് അവിടെ. അത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു എന്താ പറയുക, അത് പിടികിട്ടി. കാര്യം വെച്ചാൽ യു ഹാവ് ടു മേക്ക് ഹിന്ദി ഫിലിം ഗ്ലോസി ആൻഡ് ഗ്ലാമറസ്. സിനിമയ്ക്ക് ഗ്ലാമർ കൊടുത്താൽ മാത്രമേ സൂപ്പർ ഹിറ്റുകൾ ഹിന്ദിയിൽ ഉണ്ടാവുള്ളൂ. ഒരു റിയലിസ്റ്റിക് സിനിമയിൽ ഇന്നുവരെ ഹിന്ദി സിനിമയിൽ ഓടിയിട്ടില്ല. ഹിസ്റ്ററിയിൽ ഇന്നുവരെ ഓടിയിട്ടില്ല. നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, മൾട്ടിപ്ലക്സിൽ ഓടുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷേ ഒരു ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയാൻ ഉണ്ടാക്കാൻ കഴിയില്ല. അവിടെ തന്നെ ഉണ്ടാക്കാൻ കഴിയാത്തത് തന്നെയാണ്. അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമല്ല നമ്മൾ ഈ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ബോളിവുഡ്. അവിടെ നമ്മൾ പോയിട്ട് റിയലിസ്റ്റിക് സിനിമ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെ ഈ പറഞ്ഞ പോലെ റീമേക്കുകൾ, പിന്നെ പ്രിയൻ തന്നെ പറഞ്ഞ പോലെ എന്നിൽ ആക്ഷേപിക്കപ്പെടുന്ന കോപ്പിയിങ് അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ പടങ്ങൾ, ഇതിൻ്റെയൊക്കെ പാപക്കറ കഴുകളയാൻ വേണ്ടിയാണ് പ്രിയം പോയി കാഞ്ചീവരം ചെയ്തതെന്ന് ചില ആൾക്കാർ പറഞ്ഞു. അങ്ങനെ വെറുതെ ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ എല്ലാത്തരം സിനിമകളും ചെയ്തിട്ടുണ്ട്. ഞാൻ കോമഡി ചെയ്തിട്ടുണ്ട്, ഞാൻ ആക്ഷൻ ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ കാലാപാനിയുള്ള പീരിയഡ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. കാലാപാനി എനിക്ക് വന്ന് മമ്മൂട്ടി പ്രകോപിപ്പിച്ച് പോയി ചെയ്തതാണല്ലേ? എന്തേ അല്ല, എന്തുകൊണ്ടാണ് പ്രിയൻ സിനിമയെ അല്പം സീരിയസ് ആയിട്ടുള്ള സിനിമ ചെയ്തുകൂടാ? അതിനോടുള്ള ഒരു പ്രതിക്രിയക്ക് വേണ്ടിയിട്ട്. അല്ല, അതിന് മുൻപ് തന്നെ ആര്യനൊക്കെ സീരിയസ് ആയിട്ടുള്ള സിനിമ. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള സിനിമ. അപ്പോൾ തീർച്ചയായിട്ടും 2 രീതിയിലാണ് സിനിമ എടുക്കാവുന്നത്. ഒന്ന് ഹൃദയം കൊണ്ട്, പിന്നൊന്ന് ബുദ്ധി കൊണ്ട്. കൊണ്ട് എടുക്കുന്ന സിനിമകളായിരുന്നു കൂടുതലും. ഒരു സിനിമ ഹൃദയത്തിൽ നിന്നെടുത്താണ് കാഞ്ചീപുരം. അതിന് വെരി ഹാപ്പി. അതായത് സാധാരണ സംഭവിക്കുന്നതല്ല. നമ്മളൊരു സിനിമ അങ്ങനെ ചെയ്യുമ്പോഴും അതിന് റിസൾട്ട്, അതിൻ്റെ പ്രതിഫലനം ഇതാ. ഒരുപക്ഷെ ഹൃദയത്തിന് ഒരു അംഗീകാരം കിട്ടി. അതെ, അത് ഞാനൊരു വലിയ കാര്യമായിട്ട് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ ഓടിക്കുന്ന സിനിമകൾ എടുത്ത ആരും ഇന്ന് വരെ ബെസ്റ്റ് സിനിമയ്ക്ക് ഒരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള സിനിമകൾ എടുത്ത ആളുകളുടെ സിനിമകളൊന്നും ഓടിയിട്ടുമില്ല. മനസ്സിലായി? 2 സെക്ടറിലുള്ള ആൾക്കാരാണ്. ഒന്നിൽ റിയലിസ്റ്റിക് സിനിമ എടുക്കുന്നവർ ആരുടെയും സിനിമകൾ ഓടുന്നില്ല. നോൺ റിയലിസ്റ്റിക് സിനിമകൾ എടുക്കുന്നവർക്ക് ആർക്കും ഇങ്ങനൊരു അംഗീകാരം കിട്ടുന്നില്ല. ഇത് രണ്ടും കൂടെ കിട്ടി എന്നുള്ളത് എൻ്റെ അല്ല, പ്രിയൻ ഏത് ജോണറിലും കളിക്കാനുള്ള ഒരു പ്രാഗൽഭ്യം അല്ലെങ്കിൽ അതെ, അതിനൊരു ഒറ്റ റീസണേ ഉള്ളൂ.
ഞാൻ സിനിമ എല്ലാത്തരം സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമയാണല്ലോ ഞാൻ എടുക്കുന്നത്. സോ തീർച്ചയായിട്ടും എനിക്ക് എല്ലാ തരം സിനിമ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഈ സിനിമ ഭ്രാന്ത് പിടിച്ച് സിനിമ കണ്ടു നടന്ന കാലത്ത് എവിടെയെങ്കിലും ഡോക്യുമെൻ്ററി കണ്ടാലും ഞാൻ അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കും. എനിക്ക് ചലിക്കുന്ന ചിത്രം എന്നൊരു സാധനത്തിനോട് വലിയ ഭ്രാന്തായിരുന്നു. ഒരു ഭ്രമമാണ്. ഈ ചൈൽഡ് വെൽഫെയർ ഗാന്ധി പീസ് ഫൗണ്ടേഷനിലൊക്കെ പോയി ദിവസം നോക്കുമായിരുന്നു ഞാൻ. ഇന്ന് എന്തെങ്കിലും ഡോക്യുമെൻ്ററി ഉണ്ടോ എന്ന് വെച്ചാൽ അതൊന്ന് കാണുക എന്നുള്ളത് ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പ്രിയനോടൊപ്പം ഒരുപാട് കാലം പ്രവർത്തിച്ച ഒരാൾക്കൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എൻ്റെ കൊണ്ട് ചോദ്യമാണ്. പ്രിയ, എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്, നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള പല സിനിമകളിലും പ്രിയന് ഭയങ്കര ഒരു നാടിനോട് ഭയങ്കര താല്പര്യമുണ്ട്. ചില കഥാപാത്രങ്ങളും കുട്ടനാടും പല കഥാപാത്രങ്ങളും ഉണ്ണി എന്ന് സംസാരിക്കാറുണ്ട്. അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അമ്പലങ്ങളുടെ ചില കാര്യങ്ങൾ, കൃഷ്ണനോടുള്ളൊരു താല്പര്യം. നമുക്ക് എൻ്റെ ഒരു ലൊക്കേഷനായിരുന്നാലും ശരിയാണ്, എൻ്റെ കഥാപാത്രങ്ങളും അവരുടെ ജീവിത രീതിയും അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എല്ലാം എൻ്റെ സിനിമയിൽ ശരിക്കും ഞാനത് അനുഭവിച്ച് പോയിരുന്നു. എനിക്കൊണ്ട് പ്രിയനും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പൊന്നമ്മ ചേച്ചി കാക്കക്കുയിലൊരു പാട്ട് പാടുമ്പോൾ, ഉണ്ണിക്കണ്ണാവ എന്ന് പറഞ്ഞൊരു പാട്ട് പാടുമ്പോൾ പ്രിയൻ ബാക്കിൽ നിന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും അതൊരു മോനും അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ പ്രിയൻ തന്നെ അത് പറഞ്ഞ് ചെയ്യിച്ചാൽ ശരി. എനിക്കത് പ്രിയൻ അത് ആ ഇമോഷൻ താങ്ങാൻ പറ്റാതെ. പക്ഷെ ആ പ്രിയൻ ഇത്രയും കാലം മദ്രാസ് സെറ്റിൽ ചെയ്യുമ്പോൾ ഈ കേരളത്തിനെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെയും കൂട്ടുകാരെയൊക്കെ മിസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞില്ലേ, ആനപ്പുറത്ത് കയറിയാലും സമ്മാനം വാങ്ങിക്കാൻ അവസാനം താരല്ലേ വരുന്നത്. സോ ഇതൊരു യാത്രയാണ്, എവേ. അതായത് ഒരു കാലത്ത് മലയാള സിനിമ മുഴുവൻ എല്ലാ സിനിമകളും മദ്രാസിലായിരുന്ന സമയത്ത് അവിടെ സെറ്റിലായി പോയതുകൊണ്ട് പിന്നീട് അവിടുന്ന് അപ്പോഴേക്കും കുട്ടികൾ ഇവരെല്ലാം അവിടെ തന്നെ പഠിക്കാനൊക്കെ തുടങ്ങിക്കൊണ്ടാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെല്ലാം വന്ന പോലെ ഞാനും ഇങ്ങോട്ട് പെർമനൻ്റായിട്ട് വന്നേനെ. പിന്നീട് അതൊരു കൺവീനിയൻസായി മാറി. പിന്നീട് അവിടുന്ന് അത് ആലോചിക്കുന്നതിന് മുമ്പ് ഞാൻ ബോംബെയിലേക്ക് പോയി. പിന്നെ കുറേ നാൾ ബോംബെയിൽ വർക്ക് ചെയ്തു. എല്ലാം ആയപ്പോൾ അത് തന്നെയാണ്. പക്ഷെ ഞാനിതൊന്നും മിസ് ചെയ്യുന്നില്ല. ഈ കുമാർ ചോദിച്ച പോലെ ഞാൻ വീണ്ടും നാട്ടിലേക്ക് കൂടെ വരണമെന്നൊരു ആഗ്രഹമുണ്ട്. കൂടെ വരാറുണ്ട് നാട്ടിലേക്ക്. മാത്രമല്ല, എനിക്ക് പുറത്തധികം സുഹൃത്തുക്കളില്ല. എൻ്റെ സുഹൃത്തുക്കളെല്ലാം തിരുവനന്തപുരത്താണ്. ഊർജ്ജം കൂടുന്ന ആവാഹിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. എൻ്റെ പോസിറ്റീവ് എനർജി മുഴുവൻ ഇവിടുന്നാണ്. ഞാൻ ഒരിക്കലും എനിക്ക് പുറത്തധികം പ്രൊഫഷണൽ ഫ്രണ്ട്സ് അല്ലാതെ ഈ പറയുന്ന നമ്മുടെ പേഴ്സണൽ ഫ്രണ്ട്സ് അധികം പുറത്തില്ല. സോ ഞാൻ കൂടുതലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കഴിച്ചാൽ ഈ തിരുവനന്തപുരത്ത് കാണുന്ന ഈ വഴി മുഴുവൻ ഞാൻ സൈക്കിളിൽ ഓട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഏത് വഴി എവിടെ പോകണമെങ്കിലും ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടിൽ പോകാൻ എനിക്കറിയാം. സോ ട്രിവാൻഡ്രം ഇസ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. ഇറ്റ് ഇസ് പാർട്ട് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. ഇറ്റ് വാസ് പാർട്ട് ഓഫ് മൈ ഗ്രോത്ത്. ഇറ്റ് വാസ് പാർട്ട് ഓഫ് മൈ യൂത്ത്. ഇറ്റ് വാസ് പാർട്ട് ഓഫ് മൈ ലവ്. ഇറ്റ് വാസ് പാർട്ട് ഓഫ് മൈ സിനിമ. സോ ജീവിതത്തിൽ ഒരിക്കലും തിരുവനന്തപുരം എന്ന് പറഞ്ഞ നഗരത്തിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരു യുവ സംവിധായകൻ ഒരു കാര്യം, ഒരു ചോദ്യമുണ്ട്. ഒരു പക്ഷേ പ്രിയൻ്റെ കഴിവിനെ കുറിച്ചായിരിക്കാം. You manage your time so well. I don't know how do you do that, but still I wonder because I learned everything from you. Today, what I am today, it's all because of you. That's the truth. Because I literally learned everything because you made me in this industry. So I want to know one thing is your time management, sir, because which I think I not learned from you that because you manage your time so well. നല്ല ഭാവിയുള്ള ഒരാളാണ്. എനിക്ക് ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യമാണ് എൽ വിജയ് എന്ന് പറഞ്ഞ അസിസ്റ്റൻറ്റ് ഡയറക്ടർ. നമ്മുടെ കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ ഉണ്ടാകുന്ന പോലൊരു സന്തോഷമാണ് നമ്മുടെ ഒരു ശിഷ്യൻ വളർന്ന് വലുതാകുമ്പോഴും. വിജയ് മറ്റേ രാഷ്ട്രപതിയുടെ പടമൊക്കെ തൂക്കുന്ന പോലെ പ്രിയൻ്റെ പടം അവിടെ തൂക്കിയിട്ടുണ്ട്. അതെ, അതാ പറഞ്ഞത്. നമുക്ക് ഈ ഒരു ഗുരു എന്ന് വെച്ചാൽ മാതാപിതാ ഗുരു ദൈവം. ഡെഫിനറ്റ്ലി ഒരു ഗുരു എന്നുള്ള രീതിയിൽ നമ്മളൊരു മകൻ്റെ വളർച്ച കാണുന്ന പോലെ സന്തോഷിക്കുന്ന ഒരാളാണ് വിജയൻ്റെ വളർച്ച. വിജയ് ചോദിച്ചത് ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് ആണ്. ഞാൻ എപ്പോഴും നോക്കിയിട്ടുണ്ട് അത് ടൈം മാനേജ്മെൻറ്റിന് ബെസ്റ്റ് മലയാള സിനിമ ചെയ്താലേ ടൈം മാനേജ്മെൻറ്റ് പഠിക്കുള്ളൂ. അപ്പോൾ വിജയെ കൊണ്ടുവന്ന് ഇവിടെ ചെയ്യിക്കണം. കാര്യം വെച്ചാൽ നമ്മുടെ ഏരിയ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ കുറവാണ്. നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഷൂ സ്ട്രിങ് ബഡ്ജറ്റുമാണ്. പക്ഷെ ആഗ്രഹം സ്റ്റീഫൻ സ്പീൽബർഗിൻ്റെ ഷോട്ട് എടുക്കണമെന്നാണ്. അപ്പോൾ ഉള്ള പ്രശ്നമാണ്. പിന്നെ വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള കാണികളും അതെ പ്രേക്ഷകർ ആണ്, തീർച്ചയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നാഴൂരി പാലുകൊണ്ട് നാടക കല്യാണം നടത്തുന്ന ഒരു സംഭവമാണ് മലയാള സിനിമയിൽ ഒരു സക്സസ്ഫുൾ ഡയറക്ടർ ചെയ്യേണ്ടത്.
അപ്പോൾ അവിടെയാണ് ഈ ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളൊരു സംഭവം നമ്മൾ വിജയ് വേണം ഇത് പഠിച്ചോളൂ. ഒരു മലയാള സ്വാധീനം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ട് ചിലപ്പം വേണമെങ്കിൽ അതെ. പക്ഷെ മലയാള സിനിമ എടുത്ത് പഠിക്കണം. മലയാള സിനിമ വിജയൻ്റെ കൂടെ രണ്ട് മൂന്ന് മലയാള സിനിമകളെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം കൂടുതലും ഹിന്ദിയും തമിഴുമാണ് ചെയ്തത്. എന്തായാലും ഈ അഭിമുഖത്തിൽ ഒരാളെ കൂടി കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു പ്രിയൻ. വരട്ടെ. അതല്ലെങ്കിൽ പ്രിയൻ പറയും എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്ന് പറയും. പരാതിപ്പെടില്ല എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും എനിക്ക് പ്രിയനോട് ഇത് നേരിട്ട് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, പക്ഷെ എന്നാലും എല്ലാവരും കേൾക്കെ ആ ഉത്തരം അറിയണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. ഒരു സംവിധായകൻ എന്ന നിലയിലും, ഒരു വ്യക്തി എന്ന നിലയിലും, ഒരു മകൻ എന്ന നിലയിലും, ഒരു ഭർത്താവ് എന്ന നിലയിലും, ഒരു അച്ഛൻ എന്ന നിലയിലും സ്വയം ഒരു 1 to 10 റേഷ്യോയിൽ എങ്ങനെ വിലയിരുത്തുന്നു? ഓരോന്നിനും സെപ്പറേറ്റ് പെർസെൻറ്റേജ് ആയിട്ട് പറയണം. ഏറ്റവും വലിയ എൻ്റെ സക്സസിൻ്റെ ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ തന്നെയാണ്. ബിക്കോസ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് അവധിയില്ല, സമയത്തിന് നിശ്ചയമില്ല, ആഹാരം കഴിക്കുന്നതിന് നേരമില്ല, ഒരുപാട്, അതായത് യു ആർ എ ക്യാപ്റ്റൻ ഓഫ് എ ഷിപ്പ് ഹാൻഡ്ലിങ് സോ മെനി പ്രോബ്ലംസ്. അതിനൊക്കെ പുറത്ത് ഞാൻ നോക്കിയിട്ടുണ്ട് എല്ലാ ഗ്രേറ്റസ്റ്റ് ഡയറക്ടേഴ്സിനും ഫെയിലായിട്ടുള്ളതിൽ മേജർ റീസൺ ഇസ് ബിക്കോസ് ഓഫ് ദ ഹൗസ്. വീടിൻ്റെ അടിത്തറ തെറ്റിയാലുണ്ടല്ലോ ഒരു ക്രിയേറ്റീവ് പേഴ്സണും നേരെ ചൊവ്വേ നിൽക്കാൻ പറ്റില്ല. അതിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. അവരുടെ ഒന്നും പേര് പറയാൻ പാടില്ലാത്തതുകൊണ്ട് പറയാത്തതെന്ന് വെച്ചാൽ എന്നെക്കാട്ടിലൊക്കെ വളരെ വലിയ ആൾക്കാരാണ് അവരൊക്കെ. അവരുടെയൊക്കെ തകർച്ച അതിൻ്റെ പുറകിൽ ഞാൻ നോക്കിയിട്ടുള്ളത് ഇത് തന്നെയാണ്, വീടാണ്. വീട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിലുണ്ടാകുന്ന തകർച്ച അവരുടെ ക്രിയേറ്റിവിറ്റിയെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് എവർ ഐ ആം ടുഡേ, ഇത് വളരെ ആരെയും പ്ലീസ് ചെയ്യിപ്പിക്കാനോ ഈവൻ ലിസിയെ കൂടെ പ്ലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. സത്യമായ കാര്യമാണ്. മൈ ബിഗ്ഗസ്റ്റ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് എൻ്റെ ഭാര്യ എന്നുള്ളത്. അത് ഒരു വെറും വാക്കല്ല. അഫ്കോഴ്സ് ഞങ്ങൾ എല്ലാ വീട്ടിലെയും പോലെ ചട്ടിയും മുട്ടിയായ തട്ടിയും മുട്ടിയിരിക്കുന്നു പറയും പോലെ പിണക്കമില്ലാത്ത ഭാര്യയില്ല, പിണക്കമില്ലാത്ത ഭർത്താവില്ല. പിണക്കമൊക്കെ ഞങ്ങൾ തമ്മിൽ ഒരുപാടുണ്ട്. പക്ഷേ ദ സ്ട്രെങ്ത് വിച്ച് ഐ റിയലൈസ് ഓഫ് മൈൻഡ് ഈസ് ഡെഫിനറ്റ്ലി മൈ വൈഫ്. എന്തായാലും ലിസി ചോദിച്ചതിൽ വളരെ തൃപ്തികരമായ മറുപടിയാണോ പ്രിയം കൊടുത്തിരിക്കുന്നത്? ആണോ? അല്ല. സോ സ്പെസിഫിക്കലി അച്ഛൻ എന്ന നിലയിൽ മകൻ, ഭർത്താവ്, അതിനകത്ത് അച്ഛൻ എന്നുള്ള നിലയിൽ എനിക്ക് നല്ല തീർച്ചയുണ്ട്. ഞാൻ ഒരു 10-8 കൊടുത്തിട്ടുണ്ട്. മകൻ എന്നുള്ള നിലയിൽ തന്നെ അച്ഛനോട് ഞാൻ ഒരു 10-2 കൊടുത്തിട്ടുള്ളൂ. അവിടെ പരാജയമാണ്. അവിടെ അതായത് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് അതിനുള്ള എൻ്റെ അച്ഛനോട് ഒരു ഫുൾ ജസ്റ്റിസ് ചെയ്യാൻ കഴിഞ്ഞായിട്ട് എനിക്ക് വിശ്വാസമില്ല. ഇനി അടുത്ത ക്രൂഷ്യൽ ചോദ്യം, ഇവിടെ നുണ പറയരുത്. ഭാര്യ 5. ഓ, അസാമയിലെ ഡിപ്ലോമാറ്റാണ്. അതായത് പകുതി കൊടുത്തു. അതേ ഉള്ളൂ, പകുതി കൊടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇനിയും ജീവിതം കിടക്കില്ലേ, ബാക്കി പകുതി ഇനിയുള്ള സമയത്ത് കൊടുക്കാം. ലിസി പേടിക്കണ്ട, അതായത് പകുതിയെ തന്നിട്ടുള്ളൂ. പക്ഷേ അത് കോമ്പൻസേറ്റ് ചെയ്യും വരുന്ന വർഷങ്ങളിൽ. ഇനി ഞാൻ ഈ തിരിച്ച് ഇപ്പം ലിസി ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ തിരിച്ചു ചോദ്യം ചോദിച്ചേന്. ഇതൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ അങ്ങോട്ടും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. എന്തായാലും മലയാളത്തിൽ ഒരുപക്ഷെ പ്രിയൻ്റെ അടുത്തൊരു പുതിയ വരവിന് വേണ്ടിയിട്ട് നാന്ദിയാകാൻ ഒരുപക്ഷെ ഈ അഭിമുഖത്തിന് കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രത്യാശിക്കുന്നു. പ്രിയൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇത്രയും സമയം, ഒരുപക്ഷെ സമയം പോയത് തന്നെ അറിഞ്ഞില്ല പ്രിയൻ. പരിമിതമായ സമയമാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഇനിയും വീണ്ടും വീണ്ടും പ്രിയൻ ഈ JB ജംഗ്ഷനിൽ വന്നുകൊണ്ടിരിക്കും. ഞാൻ വിട്ടുപോയ പല കാര്യങ്ങളുമുണ്ട്, ബോധപൂർവ്വം വിട്ടുപോയതാണ്. അപ്പോൾ അത് കുറച്ചുകൂടി പ്രായമാകുമ്പോൾ കുറേയും കൂടി കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാനുള്ള മാനസികാവസ്ഥയിലേക്ക് മനുഷ്യന്മാരെല്ലാം അനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ലോകത്തിനോട്. അതിന് ഇങ്ങനെയുള്ള അവസരങ്ങൾ നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു പ്രിയൻ. ഒരുപാട് നന്ദിയുണ്ട് ഈ തിരക്ക് പിടിച്ച എന്താ പറയുക ഈ പ്രൊഫഷണൽ ജീവിതത്തിൽ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകർക്ക് കൊണ്ട് ചെലവഴിച്ചതിൽ. ഇനിയും കാണാം. വലിയ വിജയം പ്രിയനെ കാത്തിരിക്കുന്നു എന്ന് ഒരുപക്ഷെ ഞങ്ങളെല്ലാം കരുതുന്നു. ആ കരുതൽ ശരിയായി വരട്ടെ. താങ്ക് യു വെരി മച്ച്.